നമ്മുടെ ഷോറൂമില് ഏറ്റവും കൂടുതൽ സെയിലായി പോണ ഒരു വാഹനമാണ് ഹുണ്ടായി സെഗ്മെന്റിൽ വന്ന i20 വാഹനങ്ങൾ. നമ്മുടെ ഇഷ്ടം പോലെ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. സീറോ മെയിൻ്റെനൻസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല കിടിലം പെട്രോൾ വാഹനങ്ങൾ കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടികൾ പല പല നിറത്തിലും കാര്യങ്ങളിലെല്ലാം കയറി തന്നെ. അപ്പൊ നമുക്ക് വീഡിയോ അധികം ലാഘടിപ്പിക്കേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് വരാം. 2020 മോഡൽ വെച്ച് പറയുകയാണെങ്കിൽ മോഡലും ലോ കിലോമീറ്റർ ആയിട്ടുള്ള വെറും 46,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. നിലവിൽ വാഹനത്തിന് വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. അതേപോലെ ഫ്രണ്ടും ബാക്കും 4 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ മാഗ്ന ഓപ്ഷനിലെ വേരിയന്റിൽ കിടിലൊരു വണ്ടി കേട്ടോ. നല്ല ബോഡി കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിലും സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കാണാനില്ല. അതേപോലെ നമുക്ക് ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ വരുന്നുണ്ട്, സ്റ്റീറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, എയർ ബാഗ് കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ. ബ്ലൂടൂത്ത് കണക്റ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള നല്ലൊരു ഇൻബിൽറ്റ് സെറ്റ് അടക്കം കയറി തന്നെ. നല്ല കിടിലൊരു i20 റെഡ് കളറിൽ സീറോ മെയിൻ്റെനൻസിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. നിലവിൽ വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ പെൻഡിങ്ങിലില്ല. 2020 മോഡലാണ്. വെറും 5,40,000 ബഡ്ജറ്റ് ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടോ. നല്ല വെറൈറ്റി കളറിലേക്കാണ് ആസ്ത ഓപ്ഷൻ i20 നമ്മുടെ അവൈലബിൾ ആണ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി, എല്ലാവിധ ഫീച്ചേഴ്സോടും കൂടി നല്ല വെറൈറ്റി കളറിൽ അധികം കമ്പനിയിൽ നിന്ന് ഇറക്കാത്ത നല്ല വെറൈറ്റി കളറിൽ വണ്ടിയാണ്. 2015 മോഡല് 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആസ്ത ഓപ്ഷനിൽ വാഹനമാണ്. നിലവിൽ വാഹനത്തിന് വേറെ റീപ്ലേസ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. വേറെ സിംഗിൾ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കാണാനില്ല. കമ്പനി അലൈവില് അതേപോലെ തന്നെ ഓട്ടോയിസി ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെയാണ്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അഡാറ് ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റി സീറ്റ് കവർ. വേറെ നിലവില് ഡാഷ്ബോർഡ് കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിലും വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആസ്ത വാഹനമായതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റീറിംഗ് കൺട്രോൾ, ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഓട്ടോ മിറർ ഫോൾഡിംഗ് അടക്കം കയറി വന്ന നല്ല ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. വണ്ടി എടുക്കുവാണെങ്കിൽ ഇജാതി വണ്ടിയൊക്കെ എടുക്കണം. നല്ല ക്വാളിറ്റി വണ്ടി. നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഫുൾ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം. വെറും 4,85,000 ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഒരു ഫുൾ ഓപ്ഷൻ ആസ്തമാണ് കേട്ടോ. അതേപോലെ നല്ല ക്വാളിറ്റിയിലുള്ള നീല നിറത്തിലുള്ള നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കിടക്കേണ്ടത്. അതും സിംഗിൾ ഓണർ വണ്ടി. 2015 മോഡലില് മാഗ്ന ഓപ്ഷനിൽ വണ്ടിയാണ്. സിംഗിൾ എയർ ബാഗും കാര്യങ്ങളെല്ലാം കയറി തന്നെ വണ്ടിയാണ്. നിലവിലെ റീപ്ലേസ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം 4 ടയറും പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം കയറി വരുന്നുണ്ട്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടി എന്ന് പറയാം കേട്ടോ. സ്റ്റീറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, അതായത് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി വിട്ടേക്കണേ. 4 പുത്തൻ ടയറോട് കൂടിയുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. അതും നല്ല ബ്ലൂ കളറിലേക്കാണ് വണ്ടി. വെറും 4,35,000 ബഡ്ജറ്റിൽ 2015 ലാസ്റ്റ് മോഡൽ വണ്ടി. ഒരു റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. അതേപോലെ നല്ല വൈറ്റ് കളറിലേക്കാണ് 2014 മോഡലില് മാഗ്ന ഓപ്ഷനില് സിംഗിൾ ഓണർഷിപ്പില് 72,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിലേക്കാണ് നല്ലൊരു ഹുണ്ടായി i20 അവൈലബിൾ ആണ്. ഏകദേശം റീപ്ലേസ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ മേജർ ആയിട്ടുള്ള റീപെയിന്റ് ഒന്നുമില്ല. ബമ്പർ കാര്യങ്ങളൊക്കെ ചെറിയ റീപെയിന്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം റോട്ടിക്കോട് പറഞ്ഞ വണ്ടി ആവുമ്പോൾ ബമ്പർ കാര്യങ്ങളൊക്കെ 100% സ്ക്രാച്ച് കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ ചെറിയ മൈനർ സ്ക്രാച്ചുകളിലൊന്നും ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം. വേറെ വർക്കുകളോ എക്സ്ട്രാ വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലും സ്റ്റീറിംഗ് കൺട്രോൾ, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, പവർ വിൻഡോസ്, സെന്റർ ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെയാണ്. അതുപോലെ അത്യാവശ്യം നല്ല യാത്രാസുഖവും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മോഡൽ എന്ന് തന്നെ പറയാം. ഹുണ്ടായി സെഗ്മെന്റ് തന്നെ i20 വാഹനങ്ങൾ സീറോ മെയിൻ്റെനൻസിലൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഈ ഒരു വാഹനം 2014 ലാസ്റ്റ് വെക്കണ ഈ ഒരു വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടല്ല. വെറും 3,90,000 ബഡ്ജറ്റില്ല. അതും ഫുൾ ഫിനാൻസിൽ വാഹനം നോക്കുന്നവർ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലല്ല ഇത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോണ്ടോ. മാക്സിമം ഫുൾ ഫിനാൻസിൽ നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കേണ്ടത്. ഇത് തന്നെയല്ല ഹുണ്ടായി സെഗ്മെന്റിലുള്ള വണ്ടി അല്ലാണ്ട് മാരുതി സെഗ്മെന്റിലും അതുപോലെ സെഡാൻ സെഗ്മെന്റിലൊക്കെ വന്ന ഒരുപാട് വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അതും ലോ പ്രൈസിലും ലോ കിലോമീറ്ററിലായിട്ടുള്ള വണ്ടികൾ. അപ്പൊ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ്. അതുപോലെ തന്നെ നല്ല കിടിലന്റെ ഒരു റെഡ് കളറിൽ തന്നെ നല്ല അത്യാവശ്യം ക്രോം വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണേ ആസ്ത വണ്ടിയുടെ അവൈലബിൾ ആണ്. 2015 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പില് 55,000 കിലോമീറ്റർ ഓടിയ നല്ല കിടിലന്റെ i20 കേട്ടോ. അലൈവിൽസും പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും ഓട്ടോയിസി ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളെല്ലാം തന്നെ കയറി വന്ന നല്ലൊരു ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 55,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. നിലവിലെ റീപ്ലേസ് വർക്കുകളോ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഫുൾ ഫിനാൻസിൽ ഇറക്കിക്കൊണ്ട് പോകാം. വെറും 4,80,000 ബഡ്ജറ്റില് വേണ്ട 4,75,000 ബഡ്ജറ്റിലെ ഈ വാഹനം നിങ്ങൾക്ക് ഫുൾ ലോണിൽ നമുക്ക് ചെയ്തുതരാം.